ഹലോ ഉണ്ണിമോംസ് മോമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കിൻ ബ്രൈറ്റനിങ് ഓയിലിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ചെറിയൊരു ക്യാരറ്റ്, ചെറിയൊരു ബീട്രൂട്ട്, ചെറിയൊരു അനാറും എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്കറിയാം ഓൾറെഡി ക്യാരറ്റൊക്കെ സ്കിന്നിന് വൈറ്റമിൻ സി ഒക്കെ കൊടുക്കുന്നതാണ്, ഒത്തിരി കളറ് കൊടുക്കുന്ന ഐറ്റമാണെന്ന് അറിയാം. നമ്മൾ എടുത്തിട്ടുള്ളതൊക്കെ അങ്ങനത്തെ ഐറ്റംസാണ്. ഇത് നമ്മുടെ മഞ്ചിഷ്ടയാണ്. നമുക്ക് മരുന്ന് വെട്ടുകടകളിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും. നിങ്ങൾ പൊടി വാങ്ങുകയാണെങ്കിലും കുഴപ്പമില്ല, അത് നല്ല ബ്രാൻഡിൻ്റെ നോക്കിയെടുക്കണമെന്ന് മാത്രം കേട്ടോ. അതെടുത്തിട്ടുണ്ട്, അതൊരു 50 ഗ്രാം. പിന്നെ നമ്മൾ അതിലേക്ക് കസ്തൂരി മഞ്ഞൾ എടുത്തിട്ടുണ്ട്, തേങ്ങാപ്പാൽ 2 തേങ്ങയുടെ പാലെടുത്തിട്ടുണ്ട്, ഒരു 1/2 കിലോ നല്ല വെളിച്ചെണ്ണ ആട്ടിയതും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ മഞ്ചിഷ്ട ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് തേങ്ങാപ്പാലിൽ സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. ശരിക്കും ഓവർനൈറ്റാണ് വെക്കേണ്ടത്. അതുകൊണ്ട് തന്നെ എൻ്റെ അരഞ്ഞ് കിട്ടിയില്ല. നമ്മൾ തലേ ദിവസം രാത്രി ഇതുപോലെ വെള്ളത്തിലിട്ടിട്ട് എടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ നമുക്കത് നന്നായി അരഞ്ഞ് കിട്ടും. അപ്പോൾ നമുക്കിത് കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മഞ്ചിഷ്ടയും മഞ്ഞളും പിന്നെ ക്യാരറ്റ്, ബീട്രൂട്ട്, അനാറും കൂടി അടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് തേങ്ങാപ്പാലും എണ്ണയും കൂടി ചേർത്തിട്ട് ഇളക്കിയതിന് ശേഷം അടുപ്പത്ത് വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മളെ വീഡിയോസ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്ന് എനിക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ കാച്ചുമ്പോൾ നമുക്കറിയാം ഇതിൻ്റെ പരുവെന്ന് പറയണത് സാധാരണ നമ്മൾ മണൽ പരുവത്തിലൊക്കെയാണ് വെളിച്ചെണ്ണ എടുക്കൽ. എന്നാലും നമുക്കിത് മണൽ പരുവത്തിൽ എത്തണ്ട കേട്ടോ. അതായത് നമ്മളിതിൻ്റെ വേസ്റ്റ് എടുക്കുമല്ലോ, ആ ചണ്ടി, അത് നല്ല ഡ്രൈ ആയിട്ട് മണൽ പോലെ ആവരുത്, എന്നാൽ അങ്ങനെ പച്ചയ്ക്ക് എടുക്കുന്ന പരുവാവരുത്. ഒരു വിധം ചണ്ടിയിൽ നിന്ന് ഇട്ട് മണലിലേക്ക് വരില്ലേ, ആ ഒരു ടൈമിൽ അതിൻ്റെ ഇടയിൽ വെച്ചിട്ട് നമുക്കിത് നിർത്തണം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ കംപ്ലീറ്റ് സിറോ അതിലേക്ക് ഇറങ്ങിയിട്ട് പിടിക്കുള്ളൂ. അപ്പോൾ നമ്മളിതിൽ ചേർത്തിട്ടുള്ള എല്ലാ ഐറ്റംസും നമ്മളെ സ്കിന്നിനെ ബ്രൈറ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളാണ് കേട്ടോ. അപ്പോൾ ക്യാരറ്റ്, ബീട്രൂട്ടൊക്കെ നിങ്ങൾക്കറിയാം വൈറ്റമിൻ സി ആണ്, നമ്മുടെ സ്കിന്നിനെ നന്നായി ബ്രൈറ്റ് ചെയ്യും. അതുപോലെ നമ്മൾ ചേർത്തിട്ടുള്ളത് മഞ്ചിഷ്ടയാണ്. മഞ്ചിഷ്ട ഒരു ആൻറ്റി ഏജിങ് ഫോമാണ്. അപ്പോൾ നമ്മളെ സ്കിന്നിലുള്ള ആ ഒരു വലിച്ചലൊക്കെ ഉണ്ടാവില്ല, ചുളിവുകൾ, അതൊക്കെ മാറ്റാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് മഞ്ചിഷ്ട. അപ്പോൾ എന്ത് സ്കിപ്പ് ചെയ്താലും നിങ്ങൾ മഞ്ചിഷ്ട സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക. നമുക്ക് ഈ വെട്ടുകടയിൽ നിന്നൊക്കെ സുലഭമായിട്ട് കിട്ടുന്ന ഒരു ഐറ്റമാണ്. അതിനു മുമ്പ് നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് വെച്ചെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നുണ്ട് എന്ന് അറിഞ്ഞാൽ ഒത്തിരി സന്തോഷം. അപ്പോൾ നമുക്കിത് ഇപ്പോൾ ഈ ഒരു പരുവായിട്ടുണ്ട്, പകുതി കുക്കായിട്ടുണ്ട്. ഇതിൽ ആ ഒരു ക്യാരറ്റും ബീട്രൂട്ടൊക്കെ പകുതി കുക്കായിട്ടുണ്ട്. ഇതാണ് ഏകദേശം ചണ്ടി പരുവെന്ന് പറയുന്നത് കണ്ടോ. ആ ഒരു കുക്കായിട്ടുണ്ട്, എന്നാൽ അതിൽ നിന്ന് എണ്ണ വിട്ട് പിരിയാനൊന്നും തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഒരു 10 മിനിറ്റും കൂടി ഇളക്കി കഴിഞ്ഞപ്പോൾ നെക്സ്റ്റ് സ്റ്റേജ് ഇതുപോലെയാണ് കണ്ടോ. ഒന്നും കൂടി ചണ്ടിയൊക്കെ സോഫ്റ്റ് ആയിട്ടുണ്ട്, എണ്ണ ചെറുതായി തെളിഞ്ഞ് വരുന്നുണ്ട്, അതിലത്തെ വെള്ളമൊക്കെ പോയിട്ട് പൊട്ടിത്തെറിക്കലൊക്കെ നിന്നു. ഇപ്പം നമ്മുടെ ഏകദേശം പരുവായി വരുന്നുണ്ട്. നമുക്കറിയാൻ പറ്റും ഇളക്കുമ്പോൾ നമ്മുടെ ആ വെളിച്ചെണ്ണയിലുണ്ടായിരുന്ന വെയിറ്റൊക്കെ പോയി കണ്ടോ. ഇപ്പം അതിൽ ചണ്ടിയൊക്കെ ഒരു വെറും 30% എന്നുള്ള പോലെ അടിയിൽ ഊറി വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ എണ്ണയുടെ പരുവായിട്ടിരിക്കുന്നത്. ഒന്നും കൂടി മൂത്ത് കഴിഞ്ഞാൽ അത് മണൽ പരുവാവും. നമുക്ക് മണൽ പരുവല്ല ആക്കിയെടുക്കേണ്ടത്. അതായത് നമ്മൾ തൊടുമ്പോൾ ജസ്റ്റ് ഒന്ന് ക്രിസ്പിനെസ് ആവണം, അല്ലാതെ ഭയങ്കര ഒരു മണൽ പോലെ തരിതരിയായി പോവരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു ടെക്സ്ചറിൽ വേണം നമുക്കിത് ഇറക്കാനായിട്ട്. ഇനി നമുക്കിത് എടുത്ത് വയ്ക്കാം, തണുത്തതിന് ശേഷം കുപ്പിയിലാക്കാം. അപ്പോൾ ഇത്രയാണ് നമുക്ക് വെളിച്ചെണ്ണ കിട്ടിയിരിക്കുന്നത്. ഇത് പിഴിഞ്ഞെടുത്താൽ അത്യാവശ്യം ഈ ഒരു കുപ്പി നിറച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ടോണിക്കിൻ്റെ ഡപ്പ അത്രയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.